എന്റെ കുഞ്ഞേ, നീ ഒരുപാട് നല്ലവരായി ജീവിച്ചു. ആരെയും വേദനിപ്പിക്കാതെ, ആരോടും തെറ്റായി പെരുമാറാതെ, എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷം നോക്കി നീ നിന്റെ ജീവിതം മുന്നോട്ടെടുത്തു. പക്ഷേ എന്തുകൊണ്ടാണ് പലപ്പോഴും നിനക്ക് തോന്നുന്നത് നീ കൊടുക്കുന്ന സ്നേഹത്തിനും കരുതലിനും സത്യസന്ധതയ്ക്കും തക്ക വില ആരും നിനക്ക് തരുന്നില്ലെന്ന്? കാരണം ലോകം പലപ്പോഴും നല്ലവരുടെ ഹൃദയം മനസ്സിലാക്കാൻ വൈകുന്നു. നീ അധികം മിണ്ടാതെ സഹിച്ചപ്പോൾ ചിലർ അതിനെ നിന്റെ ബലഹീനതയായി കണ്ടു. നീ ക്ഷമിച്ചപ്പോൾ ചിലർ അതിനെ നിന്റെ ഭയമായി തെറ്റിദ്ധരിച്ചു. നീ എല്ലാവർക്കും വേണ്ടി നിന്നപ്പോൾ പലരും കരുതി ഇവൻ എപ്പോഴും ഉണ്ടാകും എന്ന്. അവിടെ നിന്നാണ് അവർ നിന്റെ വില കുറച്ച് കാണാൻ തുടങ്ങിയത്. ഓർമ്മിക്കണം, സൂര്യൻ ഓരോ ദിവസവും ഉദിക്കുന്നതുകൊണ്ട് ആളുകൾ അത്ഭുതപ്പെടുന്നില്ല. പക്ഷേ ഒരു ദിവസം അത് ഉദിക്കാതെയായാൽ ലോകം മുഴുവൻ അതിന്റെ വില മനസ്സിലാക്കും. അതുപോലെ തന്നെയാണ് നിന്റെ സാന്നിധ്യവും. നീ എല്ലായ്പ്പോഴും എല്ലാവർക്കും വേണ്ടി ഉണ്ടായതിനാൽ ചിലർ നിന്റെ വില അറിയാതെ പോയി. പക്ഷേ ഞാൻ കാണുന്നു. നിന്റെ ഓരോ കണ്ണുനീരും ഞാൻ കണ്ടു. നീ മിണ്ടാതെ കരഞ്ഞ രാത്രികളും ഞാൻ അറിയുന്നു. നിന്റെ മനസ്സ് തകർന്നിട്ടും മറ്റുള്ളവർക്കായി ചിരിച്ച നിമിഷങ്ങൾ ഞാൻ മറന്നിട്ടില്ല. നല്ലവരാകുന്നത് തെറ്റല്ല, പക്ഷേ എല്ലാവർക്കും വേണ്ടി നിന്നുകൊണ്ട് നിനക്കായി നിൽക്കാൻ മറക്കുന്നത് തെറ്റാണ്. നീ ഒരാളെ അധികം സ്നേഹിച്ചാൽ അവർക്ക് അത് സാധാരണയായി തോന്നും. നീ ഒരാളെ അധികം സഹായിച്ചാൽ അവർ അത് നിന്റെ കടമയെന്ന് കരുതും. നീ ഒരാളോട് ഒരുപാട് ക്ഷമിച്ചാൽ അവർ വീണ്ടും വീണ്ടും നിന്നെ വേദനിപ്പിക്കും. കാരണം മനുഷ്യർ പലപ്പോഴും ലഭിക്കുന്നതിന്റെ വില തിരിച്ചറിയുന്നത് അത് നഷ്ടപ്പെട്ട ശേഷമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് നിന്നോട് പറയുന്നത്, നിന്റെ നന്മ മാറ്റേണ്ടതില്ല, പക്ഷേ നിന്റെ അതിരുകൾ നിശ്ചയിക്കണം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് നിന്റെ ഹൃദയം തകർക്കരുത്. നിന്റെ കരുണയെ ഉപയോഗിക്കുന്നവരിൽ നിന്ന് ദൂരം പാലിക്കൂ. നിന്റെ മൗനത്തെ ബലഹീനതയായി കാണുന്നവർക്കായി സ്വയം തെളിയിക്കാൻ ശ്രമിക്കേണ്ട. നിന്റെ സ്നേഹം വിലമതിക്കാത്തവരുടെ പിന്നാലെ ഓടേണ്ട എന്റെ കുഞ്ഞെ. വിലമതിക്കപ്പെടാത്തത് നിന്റെ കുറവല്ല, അത് അവർക്ക് തിരിച്ചറിയാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ്. ഒരു പൂവ് വഴിയരികിൽ വിരിഞ്ഞാലും അതിന്റെ സൗന്ദര്യം കുറയുന്നില്ല, കാണാൻ നിൽക്കുന്നവരുടെ കണ്ണാണ് പ്രശ്നം. അതുപോലെ നിന്റെ മനസ്സ് സത്യസന്ധമാണെങ്കിൽ മറ്റുള്ളവർ അത് കാണുന്നില്ലെന്ന കാരണത്താൽ നീ കുറയുന്നില്ല. ഞാൻ നിനക്കായി ചിലരെ അകറ്റി. നീ കരുതിയത് അവർ നിന്നെ വിട്ടുപോയി എന്ന്. പക്ഷേ സത്യത്തിൽ അവർ നിന്റെ ജീവിതത്തിൽ തുടരുകയാണെങ്കിൽ നീ കൂടുതൽ വേദനിക്കുമായിരുന്നു. ചില വിടവുകൾ ശിക്ഷയല്ല, അത് ഞാൻ നിനക്ക് നൽകിയ സംരക്ഷണമാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന ഏകാന്തത നാളെയുടെ ശക്തിയാകാം. ഇന്ന് നിന്നെ മനസ്സിലാക്കാത്തവർ ഒരു ദിവസം നിന്നെ നഷ്ടപ്പെട്ട ശേഷം നിന്റെ വില മനസ്സിലാക്കും. പക്ഷേ അപ്പോൾ നിന്റെ മനസ്സ് പഴയ പോലെ അവരുടെ വാക്കുകളിൽ തകരില്ല, കാരണം ഞാൻ നിന്നെ കൂടുതൽ ശക്തനാക്കുകയാണ്. ഓർമ്മിക്കണം, നല്ലവരെ എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കും, പക്ഷേ അവസാനം എല്ലാവർക്കും വേണ്ടത് അതേ നല്ല ഹൃദയമുള്ള ഒരാളെയാണ്. നിന്റെ സത്യസന്ധതയും കരുണയും ഒരു ദിവസം നിന്നെ ശരിയായ മനുഷ്യരിലേക്കാണ് കൊണ്ടുപോകുക. അതുവരെ നീ നിന്റെ ആത്മാവിനെ സംരക്ഷിക്കൂ. അധികം കൊടുക്കുന്നതിനു മുമ്പ് അവർ അതിന് അർഹരാണോ എന്ന് നോക്കൂ. നിന്നെ അവഗണിക്കുന്നിടത്ത് നിന്റെ സമയം ചെലവഴിക്കരുത്. നിന്നെ വിലമതിക്കുന്നവരോടൊപ്പം നിൽക്കൂ. നീ കരുതുന്നത് പോലെ നീ ഒറ്റയാളല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ വേദനയുടെ ഓരോ തുള്ളിയും ഞാൻ അറിയുന്നു. നിന്റെ മൗന പ്രാർത്ഥനകൾ എല്ലാം ഞാൻ കേൾക്കുന്നു. ഇനി ആരെങ്കിലും നിന്റെ നന്മയെ ബലഹീനതയായി കാണുമ്പോൾ വിഷമിക്കേണ്ട, കാരണം സത്യമായ ശക്തി ശബ്ദത്തിൽ അല്ല, ഹൃദയത്തിന്റെ വിശുദ്ധിയിലാണ്. നിന്റെ സമയം വരും. നിന്നെ അവഗണിച്ചവർ തന്നെയാണ് ഒരു ദിവസം നിന്നെ തിരഞ്ഞുവരിക. നിന്റെ കണ്ണുനീരിന്റെ പകരം ഞാൻ സമാധാനം തരാം. നിന്റെ തകർന്ന വിശ്വാസത്തിന് പകരം ഞാൻ പുതിയ വഴികൾ തുറക്കും. അതുവരെ നിന്റെ നല്ല മനസ്സ് നിലനിർത്തൂ. പക്ഷേ നിന്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ പഠിക്കൂ. എല്ലാവർക്കും വേണ്ടി തകർന്നു പോകരുത്. നിന്റെ ഹൃദയത്തിനും വിലയുണ്ട്. നിനക്കും വിശ്രമം വേണം. നിനക്കും സ്നേഹം ലഭിക്കേണ്ട അവകാശമുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും വില കുറച്ച് കണ്ടിട്ടില്ല. ലോകം നിന്നെ മനസ്സിലാക്കാൻ വൈകിയാലും ഞാൻ നിന്റെ മൂല്യം അറിയുന്നു. അതിനാൽ കരയേണ്ട. നിന്നെ വിലമതിക്കാത്തവർക്കായി നിന്റെ ആത്മാവ് തളരേണ്ട. നിന്റെ നന്മ ഒരുനാൾ നിനക്കുതന്നെ അനുഗ്രഹമായി തിരികെ വരും. ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ മിണ്ടാതെ സഹിച്ച എല്ലാ വേദനയ്ക്കും ഞാൻ സാക്ഷിയാണ്. വിശ്വസിക്കൂ, നിന്റെ നല്ല മനസ്സിന് ഞാൻ യഥാർത്ഥ പ്രതിഫലം ഒരുക്കിയിരിക്കുന്നു. നിനക്ക് എന്നും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ.